ശ്രീജാസ് റെസിപ്പി വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മുരിങ്ങ ഇലയിൽ മുട്ടയിട്ടിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. നോക്കാമല്ലേ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇതിന് വേണ്ട ചേരുവകൾ: മുളക് പൊടി ഒരു 2 സ്പൂണോളം വേണം. പിന്നെ ഇത് ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂൺ ഇടുക, മഞ്ഞൾപ്പൊടി ലേശം, പിന്നെ കുരുമുളക് പൊടിയാണ്, അതൊരു 1 സ്പൂണോളം ഇട്ട് കൊടുത്ത് ഇതിനെല്ലാം കൂടെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കി വയ്ക്കണം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങയില. ഞാൻ 1 ബൗൾ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അതിൽ മൂപ്പില്ലാത്ത ഇല നോക്കി വേണം നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കാൻ. പിന്നെ വേണ്ടത് 1 മുറി തേങ്ങ ചിരവിയതാണ്. പിന്നെ 4 ചെറിയുള്ളി, പിന്നെ ജീരകം 1 സ്പൂണോളം ജീരകം എടുത്ത് ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് മുട്ടയാണ്. മുട്ട 3 മുട്ട അടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ വെളിച്ചെണ്ണ 2 സ്പൂണോളം, ചെറിയുള്ളി ഒരു 1/2 ബൗൾ ചെറിയുള്ളി വീണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ആവശ്യത്തിന്, പിന്നെ ഉപ്പും. കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം ചൂടായ ചീനച്ചട്ടിയിലേക്ക് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായി ചൂടാവുമ്പോൾ കുറച്ച് ലേശം നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ചെറിയുള്ളി അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങയില ഈ വെള്ളത്തിൽ വെന്ത് വരണം. അപ്പോൾ ഒരു 1-1.5 ഗ്ലാസോളം വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായി വെന്ത് വരണം. അപ്പോൾ മൂടി വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. പൊടികളെല്ലാം നന്നായി വെന്ത് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുരിങ്ങയില, 1 ബൗളോളമുള്ള മുരിങ്ങയില ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഈ വെള്ളമായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഈ മുരിങ്ങയില ഈ വെള്ളത്തിലാണ് വേകേണ്ടത്. അപ്പോൾ മിക്സ് ആക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം. മുരിങ്ങയില നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടിച്ചു വെച്ച 3 മുട്ട ലേശം കുറേശ്ശായിട്ട് ഓരോരോടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കരുത്. മുട്ട ഞാൻ ഇളക്കാതെയാണ് ഇത് മൂടി വെച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ തുറന്നപ്പോൾ അത് പീസായിട്ട് മുട്ട ഈ മുരിങ്ങയിലായിട്ട് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ മുട്ട എപ്പോഴും ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ മുട്ടയും അങ്ങനെ അലിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ പീസായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ തേങ്ങാക്കൂട്ട്, നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ടല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് കറി ആയിട്ടാണല്ലോ, അപ്പോൾ അത് നന്നായിട്ട് കുറച്ച് ലൂസായിട്ട് വേണം. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. കറിക്ക് വേണ്ട വെള്ളം നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഞാനിതിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കറി റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ലേശം ഉപ്പ് പോരായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റി. ഇത് ചോറിൻ്റെ കൂടെ പറ്റിയ നല്ലൊരു മുരിങ്ങയില കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാവുന്നതാണ്. ബൈ.